ഓണസ്റ്റ്ലി ഡോണ്ട് തിങ്ക് സോ. കാര്യം ഞാൻ അങ്ങനെ ഒരുപാട് സിനിമ കാണുന്ന ഒരാളുമല്ല. എനിക്കറിയാവുന്നത് ദ പീപ്പിൾ അറൗണ്ട്, എൻ്റെ ജനറേഷനെ എനിക്കറിയാം. ഐ ഫ്രണ്ട്സ്. അങ്ങനെ എനിക്ക് കണ്ടറിയാവുന്നതിൽ ഏതൊരു സിനിമ വർക്കാവും, ഏതൊരു സിനിമ വർക്കാവത്തില്ല എന്നുള്ളൊരു ജനറൽ ജഡ്ജ്മെന്റ് എനിക്കുണ്ട്. എൻ്റെ കരിയറിൽ ഇപ്പം തന്നെ ഞാൻ വർക്കാവത്തില്ല എന്നറിഞ്ഞ് പോയി ഷൂട്ട് ചെയ്ത സിനിമയുണ്ട്. 3-ാമത്തെ ദിവസം അല്ല, 2-ാമത്തെ ദിവസം തന്നെ മനസ്സിലായ സിനിമ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി വർക്ക് ചെയ്തു. കാർ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞ സംഭവമായിരുന്നു EMI കാര്യം. ഞാനാണ് EMI അടയ്ക്കുന്നത്. അതെ, അച്ഛൻ ഗ്യാരണ്ടർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കാൻ, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ വർത്ത് വെച്ചൊന്നും ഒരു ലോൺ തരത്തില്ല. ഇറ്റ്സ് വെരി ഓബ്വിയസ്. പക്ഷെ ആ ഓബ്വിയസ് സാധനവും ഓബ്വിയസ് അല്ലാതെ ആക്കി അതിനൊരു കളിയാക്കാൻ വേണ്ടി അവസരമായിട്ട് എടുത്തിട്ടുണ്ട് ആൾക്കാർ. ലൈക്ക്, ഓ നിന്റെ അച്ഛനില്ലാന്ന് എനിക്കിത് കിട്ടത്തില്ല, നമ്മളെ മണ്ടനാക്കാൻ നോക്കണ്ട. ആരും നിങ്ങളെ മണ്ടനാക്കാൻ നോക്കിയിട്ടില്ല സുഹൃത്ത്. As much as I love the advice and that's what's going to be right for my career, ee career illengilum I'd want to be me. I can always look in the mirror and say that you've been an honest man to yourself. You've been an honest man to others. Football is still my number one. Ennum. It's a very important part of my life. Enikadu illada oru I cannot imagine life without football. അത് കൂടുതൽ I can imagine life without movies than life without football. Which might be problematic being an actor, but I feel like I've always had that attachment towards football for some reason. One of the best remarks I've got about it, positive അല്ല, പക്ഷേ നെഗറ്റീവും പോസിറ്റീവും എല്ലാം കൂടെ ചേർത്ത് ഫീഡ്ബാക്ക് എനിക്ക് തോന്നുന്നു സിനിമയെ പറ്റി. എൻ്റെ സിനിമേനെ ഇത്ര വൃത്തിയായിട്ട് ഒരാൾ ഒബ്സർവ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം എല്ലാ ഡീറ്റെയിലും അതേപോലെ എടുത്തു പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഗോകുൽ സുരേഷ് അല്ലേ. ഹായ്, ഹലോ, നമസ്കാരം. വെള്ളിത്തിരിയിൽ നിന്ന് നമ്മളോടൊപ്പം ഉള്ളത് മാധവ് സുരേഷാണ്. ഹായ് മാധവ്. നമസ്കാരം. ഇപ്പോൾ 3rd ഫിലിം റിലീസാവാൻ പോകുന്നത്. ശരിക്കും 1, 2, 3 എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര ജേണി ആണല്ലോ. ഒരു 2 to 3 years ഉണ്ട് ആ ജേണി. ശരിക്കും എന്താ, അപ്പോൾ ശരിക്കും എന്താ ഒരു ബെറ്റർ റിയലൈസേഷൻ എന്താ ഒരു ആക്ടർ ലൈഫിന്റെ? ഈ ഒരു ആക്ടർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്ന് പറയാം. കാര്യം ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ എന്നെ ഒരു ആക്ടറായിട്ട് അംഗീകരിച്ചാലും നാട്ടുകാരോ പ്രേക്ഷകരോ പലരും എന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അംഗീകരിക്കാനുള്ള ഒരു വർക്ക് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഐ ഹോപ്പ് ദിസ് മൂവി ക്യാൻ ഗെറ്റ് മീ ദർ. പക്ഷെ അതല്ലാതെ ഈ 3.5 years ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ 3 സിനിമയെ ചെയ്തുള്ളൂ. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഗ്രോത്ത് എനിക്ക് അവിടെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ലോട്ട് ഓഫ് മൂവീസ്. ഈ 3 സിനിമയിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ ആ ചുരുക്കം ചേഞ്ചസ് എൻ്റെ അഭിനയത്തിൽ എൻ്റെ 4ാമത്തെ സിനിമ വരുമ്പോൾ അതിൽ ഞാൻ ചെയ്യാൻ നോക്കും. അതല്ലാതെ ഐ ഫീൽ ലൈക്ക് ദീസ് 3.5 years ഇൻ മൈ ലൈഫ് എൻ്റെ ഈ ഏജ് വെച്ചിട്ട് ഈ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ എൻ്റെ ഡെവലപ്മെന്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കാലഘട്ടമായി തോന്നി. ഈ വർക്കിൽ എനിക്ക് വന്ന സ്ട്രഗിൾസ് ആണെങ്കിലും എൻ്റെ ക്യാരക്ടർ ഗ്രോത്തിൽ ഒരുപാട് ഐ ഫെൽ ലൈക്ക് ദാറ്റ് ഹാഡ് ആൻ ഇമ്പാക്ട്. ഈ ആക്ടർ ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടോ ശരിക്കും? ഇറ്റ്സ് ഗോട്ട് ഇറ്റ്സ് ഗുഡ് ഡേയ്സ് ആൻഡ് ഇറ്റ്സ് ബാഡ് ഡേയ്സ്. ഐ റിയലി ലവ് ദ പ്രൊഫഷൻ. അതായത് ഞാൻ ഒരു വലിയ ആക്ടർ ആവണമെന്നോ മറ്റേ എനിക്ക് ഇങ്ങനെ സിനിമയാണ് എൻ്റെ ജീവിതം എന്ന് പണ്ട് തൊട്ടേ ആഗ്രഹിച്ച് നടന്ന ഒരാളല്ല. ബട്ട് വൺസ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ഒരു പ്രൊഫഷനോട് ഒരുപാട് എനിക്കിതിൽ ഒരുപാട് നന്നാവണമെന്നൊരു ആഗ്രഹം എനിക്കുള്ളിൽ വന്നു തുടങ്ങി. സോ അതല്ലാതെ ദ റെസ്പെക്ട് ഐ ഹാവ് ഫോർ ദിസ് പ്രൊഫഷൻ പണ്ട് തൊട്ടേ ഉള്ളത്. ബിക്കോസ് എൻ്റെ വീട്ടിൽ വന്ന ഭക്ഷണവും എൻ്റെ വീടും എല്ലാം എൻ്റെ അച്ഛന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത് സിനിമയിലൂടെയാണ്. സോ ആ ഒരു റെസ്പെക്റ്റിൽ നിന്ന് ടു ഗെറ്റിംഗ് ടു ഡു ദാറ്റ് ആൻഡ് ദെൻ ടു സ്റ്റാർട്ട് ലവിങ് ദാറ്റ് ജോബ്, ആ ജേർണിയുടെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ലവിങ് ദ ജോബ്. Hopefully I get to the end of that soon, where I can say I love this job. ഈ അങ്കമട്ടാസം ശരിക്കും എന്താ, ആ സിനിമ എങ്ങനെയാ മാധവിലേക്ക് എത്തുന്നത്, എങ്ങനെയാ പാട്ടാവുന്നതൊക്കെ? പരിചയമുള്ള ഒരു അങ്കിൾ വഴിയാണ് എത്തുന്നത്. ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞു. സുഹൃത്താട്ടൻ, അനിലേട്ടൻ, എൻ്റെ ഒരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ട്, സാമുലേട്ടന് വരാൻ പറ്റിയില്ല. ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും അക്കൗണ്ടൻറ്റും ആയിട്ട് ഫസ്റ്റ് കഥ പറയാൻ വരുന്നത്. കുഞ്ഞുമൻ ചേട്ടനും ഹരിചേട്ടനും. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ടു ബി വെരി ഫ്രാങ്ക് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. പക്ഷേ ഞാൻ എന്നെക്കാട്ടിലും ഇത്രയും പ്രായവും ഇത്രയും എക്സ്പീരിയൻസും കൂടുതലുള്ള ഡയറക്ടറോട് ഞാൻ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ സിനിമ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും ചേട്ടാ എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. അതൊരു പുതിയ വന്ന ഒരാളുടെ ഒരു ഒപ്പീനിയൻ മാത്രമായിട്ട് കണ്ട് ഇവനാരാ എൻ്റെ അടുത്ത് പറയാനെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോവായിരുന്നു. ബട്ട് ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. എൻ്റെ ആ ഒരു അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഒപ്പീനിയൻ, എൻ്റെ ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമാണ്. ആ അഭിപ്രായം എടുത്ത് അതിൽ വർക്ക് ചെയ്തു. എൻ്റെ അഭിപ്രായത്തിനെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആക്കി ആ സ്ക്രിപ്റ്റ്.
ആ സ്ക്രിപ്റ്റ് എനിക്ക് വർക്കായി. എന്നാൽ സ്ക്രിപ്റ്റിനെക്കാട്ടിലും എനിക്ക് വർക്കായത് ഈ ഒരു മനുഷ്യൻ ഇത്രയും വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ്. അപ്പം നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യും, അത്ര ആലോചിച്ചു. അങ്ങനെ ഒരു മനുഷ്യനായിട്ട് വർക്കിൽ അസോസിയേറ്റ് ചെയ്യാൻ എനിക്ക് ഫെൽറ്റ് ലൈക്ക് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇതിൽ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റിനെ നോക്കിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ് എല്ലാവരും. ഒരുപാട് ന്യൂ കമേഴ്സും ഉണ്ട്. എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഫേസസ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ആണ്. ഷൈൻ ചേട്ടനുണ്ട്. അതെ, ഷൈൻ ചേട്ടൻ, സൈജു ചേട്ടൻ, മക്ബൂലിക്ക, നന്ദു അങ്കിൾ, അലൻസിയറേട്ടൻ, അന്ന നാരാജൻ. ഡെബ്യൂട്ടാൻസ് 2 പേരുണ്ട്, മോർ ദൻ 2. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഇതിൽ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത് ഒരു പുതിയ കൊച്ചാണ്, അംബിക എന്ന പേര്. അംബികയുടെ ബ്രദറിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസർ സാമുലേട്ടൻ്റെ മകനാണ്. പക്ഷേ ആരൻ മാത്യു ഇതിൽ ഓഡിഷൻ ചെയ്താണ് അവൻ്റെ റോൾ എടുത്തത്. എന്നിട്ടാണ് സാമുലേട്ടൻ ഇതിലൊരു പ്രൊഡ്യൂസറായിട്ട് ഓൺ ബോർഡ് വരുന്നത്. പക്ഷെ ഇത് അറിയാതെ ഒരാൾ കാണുമ്പോൾ പ്രൊഡ്യൂസറിന്റെ മോൻ സിനിമയിൽ കയറി എന്ന് പറയാനുള്ളൊരു ഇതുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഓഡിഷൻ ചെയ്ത് കിട്ടിയിട്ടാണ് ഇതിലോട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള തീരുമാനം വരുന്നത്. സോ അങ്ങനെ ലോട്ട് ഓഫ് ഗുഡ് എനർജി, ഗുഡ് തിങ്സ് ഹാപ്പൻ ഇൻ ദിസ് മൂവി. ആൻഡ് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് 2 സിനിമ കഴിഞ്ഞ് എനിക്കൊരു 3ാമത്തെ സിനിമ കിട്ടിയത് തന്നെ വലിയ കാര്യമായിരുന്നു ഫോർ മീ. ഐ വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഐ ഗോട്ട്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ അഭിപ്രായം എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ ആ ഒരു റാപ്പോ ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്നും ഞാൻ 2ാമത്തെ സിനിമ സ്റ്റക്കായിട്ടിരുന്നതന്നെ. അത് പറഞ്ഞപ്പോഴും ഇപ്പൊ ശരിക്കും നമുക്കൊരു അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സെൻസ് ഓഫ് ഇത് ഉണ്ടാവണമല്ലോ സിനിമയെ കുറിച്ചിട്ടും. അല്ലെങ്കിൽ ഈ കാര്യം വർക്ക് ആയില്ല, ദിസ് ഇസ് ഗുഡ്, അല്ലെങ്കിൽ ഇതൊന്ന് വർക്ക് ചെയ്താൽ റെഡിയാവും. ശരിക്കും ആ സെൻസ് ശരിക്കും അതിന് പണ്ടോട്ട് സിനിമയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഐ ഓണസ്റ്റ്ലി ഡോണ്ട് തിങ്ക് സോ. കാര്യം ഞാൻ അങ്ങനെ ഒരുപാട് സിനിമ കാണുന്ന ഒരാളുമല്ല. എനിക്കറിയാവുന്നത് ദ പീപ്പിൾ അറൗണ്ട് മീ, എൻ്റെ ജനറേഷനെ എനിക്കറിയാം. ഐ ഹാവ് ഫ്രണ്ട്സ്. അങ്ങനെ എനിക്ക് കണ്ടറിയാവുന്നതിൽ ഏതൊരു സിനിമ വർക്കാവും, ഏതൊരു സിനിമ വർക്കാവത്തില്ല എന്നുള്ളൊരു ജനറൽ ജഡ്ജ്മെന്റ് എനിക്കുണ്ട്. എൻ്റെ കരിയറിൽ ഇപ്പം തന്നെ ഞാൻ വർക്കാവത്തില്ല എന്നറിഞ്ഞ് പോയി ഷൂട്ട് ചെയ്ത സിനിമയുണ്ട്. 3ാമത്തെ ദിവസം അല്ല 2ാമത്തെ ദിവസം തന്നെ മനസ്സിലായ സിനിമ ഒരെണ്ണമുണ്ട് ഞാൻ പോയി വർക്ക് ചെയ്തത്. I only have 2 films, so that one's Kumatikali. I knew it won't work out. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് അക്സെപ്റ്റിംഗ് എൻവയൺമെന്റ്, മറ്റേ ആരും ഐഡിയാസ് ബൗൺസ് ചെയ്യുന്നില്ലായിരുന്നു. ഒരാൾ തീരുമാനിക്കുക, അതിന്റെ വഴിക്ക് പോവുക, എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാവർക്കും അവരുടെ ലൈഫിൽ ആ സമയത്ത് എനിക്കത് വരേണ്ടതായിരിക്കും. അദ്ദേഹത്തിനും ആ സമയത്ത് ചിലപ്പോൾ ചെയ്യേണ്ടതാണെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. സോ everything, it's a part of learning, ഈ ജേർണിയുടെ ഭാഗമാണ്. It's a part of my learning curve, it's a part of their learning curve. അത്രേ ഉള്ളൂ. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനെ ഒരു സിനിമാറ്റിക് ജഡ്ജ്മെന്റ് വെച്ച് എനിക്ക് പോയിട്ട് ഇത് വർക്കാവും ഇത് വർക്കാവത്തില്ലെന്ന് പറയാൻ പറ്റുമെന്ന്. ഓവറോൾ എന്ത് ഈ ജനറേഷന് വർക്കാവും എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ദ കോൺഫിഡൻസ് ദാറ്റ് ഐ ഹാവ്. അത് വെച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു ടെക്നിക്കൽ ലെവലിലോ എനിക്ക് സിനിമയെ പറ്റി ഒരു എഡ്യൂക്കേഷനും ഇല്ല. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ടെങ്കിലും ചേട്ടനുണ്ടെങ്കിലും സിനിമ ഇസ് നോട്ട് എ ടോപ്പിക്. സോ I think it's got more to do with my idea of the people around me. അവർക്ക് എന്തായിരിക്കും ഇഷ്ടപ്പെടാൻ പോകുന്നത്, ആ ഒരു വിശ്വാസത്തിൽ നല്ലതാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നു. അത്രേ ഉള്ളൂ. ഈ ശരിക്കും നമുക്ക് സുരേഷ് എന്നെ വെച്ച് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ സ്ട്രഗിൾ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു സിനിമയിൽ വന്ന സമയത്ത്. അല്ലെങ്കിൽ ടേക്കപ്പ് ചെയ്ത റോളുകളൊക്കെ ഭയങ്കര അധികം നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം റേഞ്ചുകളുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാധവിലേക്ക് വരുമ്പോൾ ആ സ്ട്രഗിൾ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ശരിക്കും നിങ്ങളെ രണ്ടുപേരെ കണക്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ജേർണിയിൽ എന്തെങ്കിലും കോമൺ പോയിന്റ്സ് ഉണ്ടോ? അച്ഛനും എനിക്ക് ഒരിക്കലും ഇല്ല. അച്ഛൻ ഹാഡ് ടു ഫൈറ്റ് ഹിസ് വേ ടു ബിക്കം ഹു ഹി ഈസ്. എനിക്ക് ഈ ഒരു ആക്ടർ ആവാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു, അച്ഛനുള്ളതുകൊണ്ട് അത് എളുപ്പമായിരുന്നു. പക്ഷെ അതേ സമയത്ത് അച്ഛൻ എന്തെങ്കിലും ആയ ആ സമയം, ആ കാലഘട്ടം അച്ഛനെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും നമ്മൾ കൂടുതൽ നെഗറ്റീവ് എനർജി നമ്മളെ വരാൻ അനുവദിക്കാത്തൊരു എൻവയൺമെന്റ് ആണ്. കോമ്പറ്റീഷനും എല്ലാം അന്നേ ഉണ്ട്, പക്ഷെ നമ്പർ ഓഫ് സിനിമാസ്, നമ്പർ ഓഫ് ആക്ടേഴ്സ് എല്ലാം ലെസ് ആണ്. അപ്പോൾ ഇഫ് യു ആർ വൺ ഓഫ് ദം you'll have a good time. പക്ഷെ സ്ട്രഗിൾ ഇല്ലെന്നല്ല, പക്ഷെ ചാൻസ് കൂടുതലാണ്. കോമ്പറ്റീഷൻ കുറവാകുമ്പോൾ നമ്മുടെ സക്സീഡ് ചെയ്യാൻ ചാൻസ് കൂടും. ഈ ജനറേഷനിൽ കോമ്പറ്റീഷന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, നമ്പർ ഓഫ് സിനിമാസ് കൂടുതല, നമ്പർ ഓഫ് ക്രിട്ടിക്സ് കൂടുതല, സെൽഫ് പ്രൊക്ലെയിംഡ് ക്രിട്ടിക്സ് ഉണ്ട് കുറെ പേര്. അപ്പൊ ഇവരെ എല്ലാം പ്രീതിപ്പെടുത്തി അവരുടെ എല്ലാം ഒരു നൈസായിട്ട് പോകണമെന്ന് പറയുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലഘട്ടം, ഐ തിങ്ക്. പക്ഷെ അന്നത്തെ സിനിമയിൽ പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഇന്ന് നമുക്ക് 3 ടേക്ക് പോകണമെങ്കിലും അതൊരു നഷ്ടമാവാറില്ല പലപ്പോഴും, ടൈം പോകുന്നതല്ലാതെ. പക്ഷെ അന്ന് എടുക്കുന്ന സമയത്ത് ഫിലിം അതിന്റെ നമ്പർ ഓഫ് റീൽസ് ഉള്ളത്, ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ല, ദി ആക്ച്വൽ റീൽസ്, അതിന്റെ അളവ്, അതിന്റെ എക്സ്പെൻസ് കൂടും. മറ്റേ കൂടുതലായി കഴിഞ്ഞാൽ ഈ സമയത്തിന് മുന്നേ എടുത്ത് തീർത്തില്ലെങ്കിൽ അടുത്ത ദിവസം സെക്കൻഡ് ഡേ പോവാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല. 10-15 ദിവസത്തിലൊക്കെ സിനിമ എടുത്ത് തീർക്കും.
അത്രയും ദിവസം കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത സിനിമ ഇറക്കും. അപ്പം ഇങ്ങനെ ടൈം ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ ജേണിയും കമ്പയർ ചെയ്യാൻ പറ്റൂല. അതിനിപ്പം എങ്ങനെ എൻ്റെ അച്ഛനും ഒരു നെപ്പോ പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ ആ ജേണി പോലും കമ്പയർ ചെയ്യാൻ പറ്റൂല. ആസ് ഇൻ ഇഫ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എൻ ആക്ടർ as well. You cannot compare that journey. കാര്യം കാലഘട്ടം വ്യത്യാസം. I still somehow believe that the older generation struggled more. നമ്മുടെ ഈ ആൾക്കാർ പറയുന്നത് കേൾക്കുക, മറ്റേ ഒരുപാട് നോയ്സും ഡിസ്ട്രാക്ഷനും ചുറ്റും ഉള്ളതല്ലാതെ work in general gets a little easier for us. The technology we have makes it easier, makes it more comfortable for us. അത്രേ ഉള്ളൂ. Comparison ഇല്ല. But I think definitely they had it worse. And considering my father had to fight his way into this industry, he definitely had it worse. ഈ ശരിക്കും ഈ ആക്ടേഴ്സിനൊക്കെ വലിയ ബ്രേക്ക് ഉണ്ടാവുന്നത് ഭയങ്കര ഒരു ലവർ ബോയ് ക്യാരക്ടർ അവരുടെ കരിയറിലെ ഭയങ്കര ഇമ്പോർട്ടന്റ് റോൾ ആയിരിക്കും. ആവണമെന്നില്ല, പ്രേക്ഷകന് കണക്ട് ആവുന്ന, അതായത് ഭൂരിപക്ഷം പ്രേക്ഷകനും കണക്ട് ആവുന്ന ഒരു ക്യാരക്ടർ. അല്ല, ഇപ്പൊ ഒരു യങ്സ്റ്ററിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ ആ ജേർണിയിൽ. ഇപ്പൊ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കുഞ്ചാക്കോബന്റെ കാര്യമാണ് ഭയങ്കര വലിയ എക്സാമ്പിൾ. സോ മാധവൻ അങ്ങനത്തെ ഒരു ഈ ജനറേഷനിൽ പറയാമല്ലോ, നസ്ലിൻ ആണെങ്കിലും പ്രേമലു ആ ക്യാരക്ടർ, അതേപോലത്തെ ഒരു സോഫ്റ്റ് ബോയ് ക്യാരക്ടർ. ശരിക്കും മാധവന് അങ്ങനെ ആരെങ്കിലും ഐഡിയ പിച്ച് ചെയ്തവരുന്നു ഈ ഒരു? അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ കഥകൾ കേട്ട് അതിനൊരു പ്രൊഡ്യൂസർ കാണൂല, അതൊരു ഒരു പ്രോജക്റ്റ് ആയിട്ട് ഫോർമുലേറ്റ് ആവില്ല. എത്ര നല്ല കഥകൾ കേട്ട് അത് പ്രോജക്റ്റ് ആവാതെ പോയിട്ടുണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് വന്ന് ശരിയാകുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് ഫാക്ടേഴ്സ് ശരിയാകുമ്പോഴാണ് ആ സിനിമ നന്നായിട്ട് ഷൂട്ട് ചെയ്ത് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറെ ഫാക്ടേഴ്സ് ശരിയായാലേ ഒരു സിനിമ സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ യു ക്യാൻ ഇമാജിൻ എത്ര കാര്യങ്ങൾ ശരിയായി ചെയ്താലേ ഒരു സിനിമ നന്നായി വരത്തുള്ളൂ. അങ്ങനെ എനിക്ക് ഫോർമുലേറ്റ് ചെയ്തൊരു പ്രോപ്പർ പ്രോജക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇനിയിപ്പോ വന്നാൽ തന്നെ അതേപോലത്തെ ഒരു സിമിലർ സാധനമാണ് വേറൊരു രീതിയിൽ ചെയ്യേണ്ടി വന്നത് അവസാനം. വൺ ഓഫ് ദ ടു ഫിലിംസ് ആൻഡ് നത്തിങ്സ് ഗ്യാരണ്ടി ടു ബി ഓണസ്റ്റ്. അപ്പൊ നമ്മൾ എല്ലാം ഒരു പരിധി കൂടുതലൊരു ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് നമ്മൾ വർക്ക് ചെയ്ത് പോവുക. പിന്നെ എല്ലാം ആ സമയത്തിന് വരും. മറ്റേ when it's time for you to get it, you'll get it. അതുവരെ you do your work. Do your work 100%. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സ്ഥിതിക്ക് എനിക്ക് വരാനുള്ളതാണെങ്കിൽ അത് വരേണ്ട സമയത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഇപ്പോൾ ഫുട്ബോൾ ഭയങ്കര പാഷനായിട്ടുള്ള, അല്ലെങ്കിൽ ഫുട്ബോൾ ആയിരുന്നു ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഡ്രീമായിട്ട് കണ്ടിരുന്നത് എന്നുള്ള ആള് ശരിക്കും സിനിമയിലേക്ക് വരുമ്പോൾ ആ ഫുട്ബോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു, കാരണം ഫുട്ബോൾ കുറച്ചുകൂടെ നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ. Football is still my number one. എന്നും. You still play? I try whenever I can, whenever I get time. I don't think I'm as good as I was before, but I try. ശരിക്കും ഫുട്ബോൾ ശരിക്കും നമ്മൾ ഭയങ്കര ഫിസിക്കലി മെന്റലി നമ്മൾ ഇടുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ലേണിംഗ് ആയിരിക്കുമല്ലോ, സ്ട്രെസ് റിലീവ് ഒക്കെ പോലെ. ശരിക്കും ആഫ്റ്റർ ഷൂട്ടൊക്കെ ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ കാണാൻ നോക്കും. ലൈക്ക് ഇറ്റ്സ് മൈ ചിൽ പിൽ. എത്രത്തോളം ഞാൻ കാണുമ്പോൾ സ്ട്രെസ്ഡ് ആവുമില്ല. എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്തവർ നേരെ കളിക്കാത്തപ്പോൾ സ്ട്രെസ്ഡ് ആവും. പക്ഷേ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. എനിക്കതില്ലാതെ ഒരു ഐ കനോട്ട് ഇമാജിൻ ലൈഫ് വിതൗട്ട് ഫുട്ബോൾ. അതായത് കൂടുതൽ ഐ ക്യാൻ ഇമാജിൻ ലൈഫ് വിതൗട്ട് മൂവീസ് ദാൻ ലൈഫ് വിതൗട്ട് ഫുട്ബോൾ, which might be problematic being an actor, but I feel like I've always had that attachment towards football for some reason. കുഞ്ഞിലെ തൊട്ടാ എനിക്ക് ഐ തിങ്ക് ഒരു 5 years ഉള്ളപ്പോൾ തൊട്ടാ കാണാൻ തുടങ്ങി. 5 or 6 years ഉള്ളപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാ. എന്തായിരുന്നു ഫസ്റ്റ് സ്പാർക്ക് അബൌട്ട് ഫുട്ബോൾ? എന്താ ഫസ്റ്റ് മെമ്മറി? ഫസ്റ്റ് ഗെയിം വാസ് I think it was a United game. It was a United game. അതിൽ റൊണാൾഡോ ആണ് ഞാൻ ഫസ്റ്റ് വരെ കണ്ട് ഇങ്ങനെ damn, who is this player? നമ്മളെ ഫസ്റ്റ് ഇൻസ്പയറിംഗ് എന്ന് പോലെ പറയുന്ന ഒരു പ്ലെയറിനെ കാണുന്നത് വാസ് ക്രിസ്ത്യാനോ. ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് ഹൗ ഐ ബിക്കേം എ റൊണാൾഡോ ഫാൻ. ദർ വാസ് നോ പെർട്ടിക്കുലർ റീസൺ. ഇങ്ങനെ മറ്റേ ഫസ്റ്റ് ടൈം കണ്ടത് ഇദ്ദേഹത്തിന് ആയതുകൊണ്ട് അങ്ങനെ ഫാൻ ആയത്. ഫസ്റ്റ് ടൈം കൊണ്ട് ടീം യുണൈറ്റഡ്, ദേ വോൺ. ഓക്കെ, പിള്ളേരല്ലേ, they won, that's my team now. I think it's something like that. പക്ഷേ അന്ന് തുടങ്ങിയ ഒരു ഇഷ്ടം ഇന്ന് വരെയും ദേഹത്തുനിന്ന് വിട്ടു പോയിട്ടില്ല. 20 years ആയി ആസ് എ യുണൈറ്റഡ് സപ്പോർട്ടർ. യുകെയിലൊക്കെ പോകാൻ യുണൈറ്റഡ് ഭയങ്കര കാരണം ആയിരുന്നു ടീം. പക്ഷേ ഈ കഴിഞ്ഞൊരു 13-14 വർഷമായിട്ട് they've been abysmal. Not abysmal, they won some trophies, പക്ഷേ not what we're used to. Manchester United means something and we're nowhere close to where we're supposed to be. So ഈ കാലഘട്ടത്തിൽ എൻ്റെ ടീമിനെ എനിക്ക് ഈ അവസ്ഥയിൽ കാണണ്ട. ഇവരെ നന്നായി കളിച്ചിനി തുടങ്ങി ടൈറ്റിൽ വിന്നിംഗ് ടീം ആകുമ്പോൾ ഞാൻ നേരിട്ട് അന്ന് എന്റെ കാശ് കൊണ്ട് ടിക്കറ്റ് എടുത്ത് അവിടെ UK പോയി കളി കണ്ടിട്ടില്ല. ഞാൻ യുണൈറ്റഡിന്റെ ഒരു ലൈവ് ഗെയിം പോലും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ മെൽവോളിന്റെ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട്. ഐ തിങ്ക് ദ ഡെൻ ലണ്ടനിൽ തന്നെ. അതിൽ എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻറ് റെസിഡൻസിൽ ബർമിംഗമിൽ നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു.
ഇവർ ഈ ബർമിംഗം സിറ്റി സിറ്റിയുടെ ബർമിംഗം സിറ്റി ടീമിന്റെ അൾട്രാസാ, അതായത് ഇവിടെ KBFC ഫാൻസ് ഇല്ലേ ആ, ബഹളം അതെ. വെക്കുന്ന അത് ഭയങ്കര ലോയൽ ആയിരിക്കും. നമ്മുടെ മഞ്ഞപ്പടയില്ലേ അവിടെ, അത് ബർമിംഗം സിറ്റിയുടെ അൾട്രാസ് ആണ്, അത്രേ ഉള്ളൂ. ഇവരുടെ ഈ ബഹളം വെക്കുന്ന, അതായത് ലിറ്ററൽ വയലൻസ് ആണ്. ആൻഡ് ദാറ്റ് സ്റ്റേഡിയം ഇസ് പെർട്ടിക്കുലർലി നൊട്ടോറിയസ് ഇൻ ഇംഗ്ലണ്ട്. അതായത് റേസിസവും മറ്റേ ബഹളവും വഴക്കും ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്റ്റേഡിയം ആണത്. ജൂഡ് ബെല്ലിംഗം അറിയോ, ഫുട്ബോൾ പ്ലെയർ? ജൂഡ് ബെല്ലിംഗം വാസ് 16. ജൂഡ് ബെല്ലിംഗം വാസ് പ്ലേയിങ് ഫോർ ബർമിംഗം അറ്റ് ദിസ് ടൈം. ആൻഡ് ഒരു 0-0 ഗെയിമിൽ ജൂഡ് ബെല്ലിംഗം ഗോട്ട് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ. ആൾക്കാർ എണീറ്റിരുന്ന് എല്ലാവരും കൈയടിച്ചു, ഈവൻ മിൽബോൾ ഫാൻസ് പോലും. ഒരു 0-0 ഗെയിമിൽ ഒരു മിഡ്ഫീൽഡർ അങ്ങനെ പെർഫോം ചെയ്തൊരു കളിയായിരുന്നു, 16 വയസ്സുകാരെ. സോ ജൂഡ് ബെല്ലിംഗം വാസ് എ കോമൺ നെയിം, ദാറ്റ്സ് വൈ എടുത്ത് പറഞ്ഞു. സോ ആ ഒരു മാച്ച് അല്ലാതെ UK ഞാൻ വേറൊരു മാച്ചും കാണാൻ പോയിട്ടില്ല. പക്ഷേ യുണൈറ്റഡിന്റെ എനിക്ക് ഇപ്പോൾ ഐ തിങ്ക് ഈ ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് ഐ മിസ്ഡ് എ ഫ്യൂ ഗെയിംസ്. അല്ലാതെ ഞാൻ 2021 വരെയും ഞാൻ ഒരു ഗെയിം പോലും മിസ് ചെയ്തിട്ടില്ല. 2013 തുടങ്ങി 2021 വരെ ഐ വാച്ച്ഡ് എവറി സിംഗിൾ യുണൈറ്റഡ് ഗെയിം. 2012 തുടങ്ങി. ഫോർ അബൌട്ട് 9 to 10 years straight ഞാൻ ഒരു ഗെയിം പോലും മിസ് ചെയ്തിട്ടില്ല. ബട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് ജോലിയായി, പ്രാരാബ്ദങ്ങളായെന്നൊന്നും പറയുന്നില്ല, ബട്ട് വർക്ക്. ഈ പ്രാരാബ്ദത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ കാർ എടുത്തപ്പോ എല്ലാരും പറഞ്ഞ സംഭവമായിരുന്നു ഈ EMI കാര്യം. ഞാനാണ് EMI അടയ്ക്കുന്നത്. അതെ, അച്ഛൻ ഗ്യാരണ്ടർ ആയിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കാൻ, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ വർത്ത് വെച്ചൊന്നും ഒരു ലോൺ തരത്തില്ല. ഇറ്റ്സ് വെരി ഓബ്വിയസ്. പക്ഷെ ആ ഓബ്വിയസ് സാധനവും ഓബ്വിയസ് അല്ലാതെ ആക്കി അതിനൊരു കളിയാക്കാൻ വേണ്ടി അവസരമായിട്ട് എടുത്തിട്ടുണ്ട് ആൾക്കാർ. ലൈക്ക്, ഓ നിന്റെ അച്ഛനില്ലാന്ന് എനിക്കത് കിട്ടത്തില്ല, നമ്മളെ മണ്ടനാക്കാൻ നോക്കണ്ട. ആരും നിങ്ങളെ മണ്ടനാക്കാൻ നോക്കിയിട്ടില്ല സുഹൃത്തെ. കാര്യം വളരെ ഓബ്വിയസ് ആയിട്ട് പറയണ്ടെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇറ്റ്സ് ലൈക്ക് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ശരിക്കും എല്ലാരും ചോദ്യം ചോദിക്കും, മാധവ് കുറച്ചുകൂടെ ഹോണസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇറ്റ്സ് ലൈക്ക് എക്സാക്ട് ലൈക്ക് സുരേഷ് ഏട്ടൻ ഭയങ്കര ഹോണസ്റ്റ് ആണ്. We have one life, we could die any day. So who are you scared of? Just if you feel something, express it. നമ്മൾ ആരെയും ദ്രോഹിക്കാതിരുന്നാൽ മതി. നമ്മുടെ കോൺഷ്യൻസിൽ നമ്മൾ വേറൊരാളെ ദ്രോഹിച്ചില്ലെങ്കിൽ, if you find something wrong, question it. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ ഒന്നും അറിയാതെ ഒരു എല്ലാം ഫോളോ ചെയ്ത് അങ്ങ് ജീവിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയണ്ട. ആ ഒരു ക്യൂരിയോസിറ്റി വേണം. ആരെങ്കിലും പറഞ്ഞോ ശരിക്കും ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമുക്ക് കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിരിക്കണം? പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ, പക്ഷെ ആരാന്ന് ഞാൻ പേരെടുത്ത് പറയത്തില്ല. ശരിക്കും അപ്പൊ എന്താ തിരിച്ചു പറഞ്ഞപ്പോ, as much as I love the advice and that's what's going to be right for my career, ഈ കരിയർ ഇല്ലെങ്കിലും I'd want to be me. എന്നുവെച്ചാൽ ഞാൻ ഈ കരിയറിന് വേണ്ടി ഞാൻ അല്ലാതെ ആയിട്ട്, ഈ കരിയറും ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് ഞാനും ഇല്ല, ഈ കരിയറും ഇല്ല. In any case ഈ കരിയർ എനിക്കില്ലെങ്കിൽ I'll still have me. I can always look in the mirror and say that you've been an honest man to yourself. You've been an honest man to others. ആ ഒരു വാല്യൂ ഞാൻ ഒന്നിനു വേണ്ടി ഗിവ് അപ്പ് ചെയ്യത്തില്ല. സോ that's it. Nothing special, nothing like that. ഒരു റാപ്പിഡ് ഫയർ പെട്ടെന്ന് ആൻസർ പറയണോ? ഓക്കെ, സിനിമ സെറ്റുകളിൽ പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊരു പ്രോപ്പർട്ടി സ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, സ്റ്റീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? So stealing is a very questionable word over here. ഞാൻ ചോദിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലൊരു ബ്രേസ്ലെറ്റ്, ഐ തിങ്ക് ഒരു കോയിലോറോ എങ്ങനെ, കോയിലോറല്ല സോറി, കോയിൽ ചെയ്ത് പോകുന്ന JSKയുടെ സെറ്റ് ചെയ്യുന്ന അതൊരെണ്ണം. ഞാനതിൽ യൂസ് ചെയ്ത ഒരു ഷൂ ഉണ്ട്, ഒരു ബ്ലൂ റണ്ണേഴ്സ്. അതും അതിൽ ഞാൻ അതിൻ്റെ കൂടെ അതേ കളറായിട്ട് മാച്ച് ചെയ്യുന്ന, ഞാൻ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൽ, എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേന് ഇട്ട കോസ്റ്റ്യൂമും ജീൻസും ടീഷർട്ടും ഇപ്പോഴും ഞാൻ എടുത്ത് എൻ്റെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. നത്തിങ് ഫ്രോം കുമ്മാട്ടിക്കളി. അംഗം അട്ടഹാസം സിനിമയിലെ ഇതിൻ്റെ ക്ലൈമാക്സ് സീനിൽ ഞാൻ ഇട്ട ഔട്ട്ഫിറ്റ്, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇനി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമല്ല, പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോർ മെമ്മറി. ആ സിനിമയിൽ ഫുൾ ജേർണിയിൽ ഇട്ട് ഒരു ഷൂവും അതിന്റെ ഡ്യൂപ്പ് ഷൂ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ഷൂവിന്റെ സോള് വരെ തേച്ച് ആക്ഷൻ ചെയ്ത് അത് 2 ഷൂവും ഫുള്ളി ദ്രവിച്ച് പോയി അടിയുന്നു. ആ 2 ഷൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ഷൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ആസ് എ പെർഫോമർ. കാര്യം അഭിനയം കുറച്ചുകൂടെ മറ്റേ ലോ എനർജിയിൽ നമുക്ക് വിഷമോ അല്ലെങ്കിൽ ഒരു ഉള്ളി പിടിച്ചു വെക്കുന്ന വിഷമമൊക്കെ കാണിക്കുന്ന സീൻ വരുമ്പോഴത്തേക്കും അത് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആസ് എൻ ആക്ടർ ഹൈ എനർജി ഉള്ള സീനിൽ ഡിസ്ട്രാക്ടിങ് ഫാക്ടേഴ്സ് കുറേ ഉണ്ട്. നമ്മളെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഫുൾ ബോഡിയിലെ ഒരു മൂവ്മെന്റ് ശ്രദ്ധിക്കും, ഫേസിലായിരിക്കുമല്ലോ ഫുൾ ടൈം. സോ ഐ ഫീൽ ലൈക്ക് ഒരു ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ ആസ് ലോങ് ആസ് യു ഗുഡ് അറ്റ് ആക്ഷൻ, ഒരു ആക്ടറിന് അവിടെ അപ്പിയർ ചെയ്യേണ്ടി വരത്തില്ല. എപ്പോഴും 20% ഒരു ആക്ടറിനെ നോക്കത്തുള്ളൂ അവര്, ബാക്കി ആ ബോഡി ലാംഗ്വേജും പെർഫോമറും. സിനിമയിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഇമോഷണൽ സീൻ്റെ ഇതാ,
അതിനേക്കാളും ബുദ്ധിമുട്ടാണ് കോമഡി ഹൈ എനർജിയുമാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വിച്ച് ഇസ് വൈ ഐ ഫീൽ ലൈക്ക് കോമഡി ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് തിങ് ടു ഡു. കോമഡി സ്ക്രിപ്റ്റ് വല്ലതും വന്നിട്ടുണ്ടോ, പിച്ച് ചെയ്തിട്ടുണ്ടാരെങ്കിലും? സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എല്ലാം പ്രൊഡ്യൂസർ എല്ലാം കൂടെ ഒത്തുചേർന്ന് വന്നിട്ടില്ല. വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കട്ടെ. ആക്ടർ അല്ലായിരുന്നെങ്കിൽ ശരിക്കും എന്തായിരുന്നേനെ? ഫുട്ബോൾ പ്ലെയർ ആവാൻ ശ്രമിച്ചു, നടന്നില്ല. സംതിങ് മോട്ടോർ സ്പോർട്ട് റിലേറ്റഡ്. ഐ ലൈക്ക് ഡ്രൈവിംഗ്, സോ സംതിങ് മോട്ടോർ സ്പോർട്ട് റിലേറ്റഡ്, സംതിങ് ലൈക്ക് ലെമോ 24 hours എന്തെങ്കിലും അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ആഗ്രഹമുണ്ട്. കാർസ്, ഓക്കെ, നോട്ട് ടു വീലേഴ്സ്, ജസ്റ്റ് കാർസ്. ഈ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫാൻ ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ആളുകൾ തിരിച്ചറിഞ്ഞ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എൻ്റെ സിനിമയെ പറ്റി ഫുള്ള് സംസാരിച്ചിട്ട്, ഇത് മറ്റേ മോശമായിട്ട് ഞാൻ പറയുന്നല്ല കേട്ടോ, ദിസ് ഇസ് എ മെമ്മറബിൾ തിങ്, ഞാൻ ഓർത്ത് വെച്ചൊരു സാധനം. വൺ ഓഫ് ദ ബെസ്റ്റ് റിമാർക്സ് ഐവ് ഗോട്ട് അബൌട്ട്, പോസിറ്റീവ് അല്ല പക്ഷെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം കൂടെ ചേർത്ത് ഫീഡ്ബാക്ക് എനിക്ക് തന്നു സിനിമയെ പറ്റി. എൻ്റെ സിനിമേനെ ഇത്ര വൃത്തിയായിട്ട് ഒരാൾ ഒബ്സർവ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം എല്ലാ ഡീറ്റെയിലും അതേപോലെ എടുത്ത് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഗോകുൽ സുരേഷ് അല്ലേ എന്ന് ചോദിച്ചു. So that's it. But it was good, no? Yeah, see, that first part of it, even എനിക്ക് ശീലമായി. I consider myself the other ഗോകുൽ സുരേഷ്. എന്റെ ചേട്ടൻ ഗോകുൽ സുരേഷ്, ഞാൻ മറ്റേ ഗോകുൽ സുരേഷ്, അത്രേ ഉള്ളൂ. അങ്ങനെ ആയിപ്പോ എന്നെ കൂടുതൽ ആൾക്കാരും വിളിക്കുന്ന ഗോകുൽ. ബട്ട് ശരിക്കും ഹിറ്റായിട്ടുള്ള ഏതെങ്കിലും റോളുകൾ ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ കഥ പറഞ്ഞതിൽ? എല്ലാം കൂടെ ചെയ്യാനായിട്ട് 3 കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ റിജക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ റിജക്റ്റ് ചെയ്ത ഒരു പടം പുറത്ത് വന്നതായിട്ട് എനിക്ക് അറിയത്തുമില്ല. അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുമില്ല. അത് ഞാൻ മൂവീസ് അല്ല റിജക്ട് ചെയ്തത്. ഞാൻ അവരുടെ അടുത്ത് പറയും ഈ ഒരു വർക്ക് ചെയ്യുക. ഐ ഡോണ്ട് ലൈക്ക് റിജക്റ്റിംഗ് ബിക്കോസ് എവറിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ പൊട്ടൻഷ്യൽ. അത്രയും പറ്റാത്തൊരു സാധനം ഞാൻ അങ്ങനെ ഓണസ്റ്റ്ലി പറഞ്ഞത്, ചേട്ടാ ഇത് വർക്ക് ആവത്തില്ലെന്ന് പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഐ ഗിവ് ഇറ്റ് എ ചാൻസ്. നമ്മൾ തമ്മിൽ ഒരു മിഡിൽ ഗ്രൗണ്ട് എത്താൻ. അത് ആ സ്ക്രിപ്റ്റിന് ഓക്കെയാണ്. എൻ്റെ മിഡിൽ ഗ്രൗണ്ട് ആ സ്ക്രിപ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യത്തില്ലെങ്കിൽ ആ മിഡിൽ ഗ്രൗണ്ട് എത്താൻ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. If any suggestion I give will never touch the core of a script, only the detailing. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ റിജക്റ്റ് ചെയ്തൊരു സിനിമ സത്യം പറഞ്ഞാൽ ഓർമ്മ പോലും ഇല്ല. അങ്ങനെ അതിനി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഐ ഓൾസോ സമ്മൺ എൻ്റെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിട്ടതാണ്. എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഫസ്റ്റ് പേജ് ഒക്കെ എത്രയായിരുന്നു? The amount. The exact amount. Rough amount. The exact amount of the first whole paycheck or the first installment of the paycheck? Choice is yours. Okay, 25,000 rupees. Okay. നിങ്ങളൊരു ഇപ്പോൾ UK പഠിച്ചത്. അപ്പോൾ അവിടെ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ കുറേ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് സജസ്റ്റ് ചെയ്തൊരു മലയാളം സിനിമ എന്തായിരിക്കും കണ്ടതിൽ വെച്ചിട്ട്? അവർക്ക് അറിയാമായിരുന്നോ ഇങ്ങനെ ഫാദർ ആക്ടറാണ് ആ ഒരു സ്പേസ് ഒക്കെ? ഒരുപാട് ഫ്രണ്ട്സിന് അവിടെ പുറത്തങ്ങനെ I like it when people see me for me. അതായത് എന്നെ കാണുമ്പോൾ മാധവ് അല്ലെങ്കിൽ അങ്ങനെ ഓർക്കുന്നതല്ല, മാഡി, whatever they call me by. അല്ലാതെ എന്നെ ഫസ്റ്റ് കാണുമ്പോൾ ഇത് സുരേഷ് ഗോപിയുടെ മകനല്ലേ എന്ന് ഓർക്കുമ്പോഴത്തേക്കും എൻ്റെ ഇൻഡിവിജ്വൽ എന്നുള്ള ആളെ അവിടെ മറന്നു കഴിഞ്ഞു എത്രയൊക്കെ ആണെങ്കിലും. സോ ഐ ഓൾവേസ് പ്രിഫർ എ സ്പേസ് വേർ ദിസ് ഇൻഡിവിജ്വൽ ഇസ് സീൻ ഫസ്റ്റ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് എൻ്റെ പല പുറത്തെ ഫ്രണ്ട്സിനും എൻ്റെ അച്ഛൻ്റെ ഒരു ആക്ടർ ഒന്നും അറിയത്തില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാർക്കെല്ലാം അറിയാം. ബട്ട് that's probably 3 or 4 of them. ബാക്കി ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് നല്ല സിനിമകൾ? ഞാൻ ആ സമയത്ത് 2017 തൊട്ട് 2020 വരെയുള്ള സമയത്തിൽ ഞാൻ അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത മൂവീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഐ തിങ്ക് ദൃശ്യം വാസ് ഔട്ട് അറ്റ് ദാറ്റ് ടൈം. ദൃശ്യം ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള ദൃശ്യം വൺ ഓഫ് ദ മൂവീസ് ഐ സജസ്റ്റഡ്. ഒരു ഇന്റർനാഷണൽ ആള് വന്ന് ഇപ്പൊ പറയാൻ എനിക്ക് ഒരുപാട് കൂടുതൽ സിനിമകളുണ്ട്. ആ സമയത്ത് ദൃശ്യം വാസ് വൺ. And if they could get a copy of it, ഞാൻ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. You guys won't even get the subtitles. Please watch that movie purely for the emotions എന്ന് ഞാൻ പറഞ്ഞു. If you want to bawl your eyes out and cry, just watch that movie. അതേപോലെ ഇന്നലെ കണ്ടല്ലേ ക്ലൈമാക്സിൽ ശരിക്കും ആർഡോപ്പാണ് മാധവന്റെ ഒരു പെർസ്പെക്റ്റീവ്. You can't really choose a side over there. എന്നാലും 3 പേരുടെ നോക്കിയാലോ, ഇൻക്ലൂഡിംഗ് ശോഭന മാം, you really cannot choose a side. മാമിന്റെ സിറ്റുവേഷൻ, ജയറാം അങ്കിൾ didn't know what happened before. He is living the present life. അച്ഛൻ്റെ അതിൽ മറക്കാൻ പറ്റാത്തൊരു പാസ്റ്റ് ഉണ്ട്. അതായത് ശോഭന മാം മറന്നു, അച്ഛൻ മറന്നിട്ടില്ല. ശോഭന മാം മറന്നതിന് തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് മെമ്മറി ലോസ് ആയതാ. ആരെയാ കുറ്റം പറയുക?
എ വെരി ഹാർട്ട് ഏക്കിംഗ് സിറ്റുവേഷൻ. പക്ഷെ ഒരാളെയും ബ്ലെയിം ചെയ്യാൻ പറ്റൂല. Now imagine being one of those people. Put yourself in their shoe. നമുക്ക് നമ്മുടെ will crumble from inside. അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ അബൌട്ട് ഇന്നലെ? എനിക്ക് ഈ സിനിമയെ പറ്റി സത്യം പറഞ്ഞ ഒരുപാട് ഡീറ്റെയിൽ പോകാനേ ഇഷ്ടമല്ല. എനിക്ക് എന്റെ ക്ലൈമാക്സ് ഒരു തവണ ഫുൾ ആയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇറ്റ് റിയലി ഹിറ്റ് മീ. ഞാൻ ഭയങ്കരമായിട്ട് ഈ സിനിമ കാണുന്നതൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇത് എനിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചാൽ എനിക്ക് ആ സിനിമ കാണാൻ പറ്റത്തില്ല പ്രോപ്പർ. അതിനുശേഷം കാണാൻ നോക്കിയിട്ടുമില്ല. ബട്ട് ഇറ്റ്സ് വെരി വെരി കോംപ്ലക്സ്. ആ ഒരു പെയിനിലൂടെ ആരും പോകാൻ പാടില്ല. ഓക്കെ, ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടോ ശരിക്കും മാധവന്? ഈ ഫുട്ബോളും ആക്ടിങ് അല്ലാണ്ട് ഡ്രൈവിംഗ് അല്ലാണ്ടുള്ള ഒരു ക്രേസ് ഉള്ള ഒരു ഹിഡൻ ടാലന്റ്? എനിക്ക് 3 to 4 minute ലോങ് സോങ്സ് ഒബ്വിയസ്ലി ഇടയ്ക്ക് ബ്രീത് ചെയ്യും, പക്ഷെ ഫ്ലോ ബ്രേക്ക് ചെയ്യാതെ എനിക്ക് ഫുൾ സോങ്സ് വിസിൽ ചെയ്യാൻ പറ്റും. എവറി സിംഗിൾ സോങ്, ചില സോങ്സ് ഐ എം നോട്ട് ഗോണ ട്രൈ. നല്ല ടയർഡ് ആയിട്ടിരിക്കുക. ബട്ട് people who know me, they know ഞാൻ whistle ചെയ്യും full songs. ചൈൽഡ്ഹുഡിലൊക്കെ പാട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണല്ലോ. ഫാമിലി വൈസ് നോക്കുമ്പോൾ അമ്മയുടെ ഫാമിലി ഓൾമോസ്റ്റ് എല്ലാവരും മ്യൂസിക്കിൽ ഒരുപാട് ഇൻവോൾവ്. അത് പഠിച്ചിട്ടുണ്ടോ? കുഞ്ഞിലെ സ്കൂൾ ടൈമിൽ എന്തോ പഠിക്കാൻ നോക്കിയിട്ടുണ്ട്, നടന്നു കിട്ടിയില്ല. ഐ വാസ് ബോർൺ ടു ഫുട്ബോൾ. എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി അതിലോട്ടായിരുന്നു. ഞാൻ മ്യൂസിക്കിലും ഡാൻസിങ്ങും ഒക്കെ പഠിപ്പിക്കാൻ നോക്കി. ഡാൻസിങ് ഒക്കെ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു ഇന്നാലേക്ക്. കാര്യം ഒരു സിനിമയ്ക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ എനിക്ക് അറിയത്തില്ല. ഒരു ഭയങ്കര ടയേർഡ് ഡേ കഴിഞ്ഞിട്ട് വീട്ടിലെത്താണെങ്കിൽ എന്തായിരിക്കും കംഫർട്ട് ഫുഡ്? ചോറ്, തൈര്, നൈസ് മാങ്ങാച്ചാർ ഓർ നാരങ്ങാച്ചാർ. ഒരുപാട് മധുരമായി പോയില്ല. ദാറ്റ് ഷുഡ് ഹാവ് ദാറ്റ് സൗർനെസ് ടു ഇറ്റ്. ഉണ്ടെങ്കിൽ നല്ല മുളകിട്ട മീൻകറി, രായലക്കറി ഈസ് ഫൈൻ. ഓർ നല്ല ഒരുപാട് കരിക്കാത്ത പക്ഷെ മറ്റേ കുഴഞ്ഞു പോവാത്ത ചാള ഫ്രൈ. നല്ല ഒരു പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടെങ്കിൽ ഹാപ്പി, പീസ്ഫുൾ. ഭയങ്കര എനിക്ക് വിശക്കുന്നു. ഫുഡിയാണോ ഭയങ്കര? നോട്ട് റിയലി. വീട്ടിലെല്ലാരും ഫുഡ് ആണല്ലോ. അപ്പൊ അവിടെ എങ്ങനെയാ? അല്ല, പെർട്ടിക്കുലർ ഫുഡ് കിട്ടിയാൽ യു തിങ്ക് ഐ എം എ ഫുഡി. പക്ഷെ എല്ലാ ടൈപ്പ് ഫുഡും എനിക്ക് ഇഷ്ടമല്ല. അമ്മ കുറച്ച് അങ്ങനെയാ. ഇഷ്ടമുള്ള ടൈപ്പ് ഫുഡ് ഒരുപാട് ഇഷ്ടമെന്ന് നമുക്ക് തോന്നിപ്പോ. അച്ഛൻ ഏകദേശം എല്ലാം കഴിക്കും, ചേട്ടനും അതേപോലെ ഏകദേശം എല്ലാം കഴിക്കും. ചേച്ചിമാരും കൂടുതൽ അമ്മയെ പോലെ ഐ തിങ്ക്. ഭാഗ്യ ചേച്ചിയുണ്ട്, മൂത്ത ചേച്ചി. ചേച്ചി ഡസൻ ലൈക്ക് ഫിഷ്. എന്നുവെച്ചാൽ അമ്മ വെജിറ്റേറിയനാ ബൈ ചോയ്സ്. ചേച്ചിക്ക് ഫിഷ് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ ബാക്കി എല്ലാവരും സീ ഫുഡ് കഴിക്കും, അമ്മയും ചേച്ചി കഴിച്ചു. സോ അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ പെർട്ടിക്കുലർ ടേസ്റ്റാ. ശരിക്കും സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് സ്പെസിഫിക് റോളിന് വേണ്ടി പഠിച്ചിട്ടുള്ള സ്കിൽ എന്തെങ്കിലും ഉണ്ടോ? സ്പെസിഫിക് റോളിന് വേണ്ടി പഠിച്ചൊരു സ്കില്ലില്ല. സിനിമ വന്നതിന് ശേഷം അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കരിയർ പോകാൻ വേണ്ടി പഠിച്ചൊരു സ്കില്ലുണ്ട്. കൂടുതൽ വാടച്ചിരിക്കുക. സൈലൻസ്. ആരാ പറഞ്ഞത് സൈലൻസ് ഇസ് ബെറ്റർ? അമ്മ. അമ്മാസ് അഡ്വൈസ് നെവർ ഫെയിൽസ്. ശരിക്കും മാധവനെ കാണുമ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവുമല്ലോ, ഇപ്പൊ മാധവന്റെ ഒരു പൊളിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ മാധവന്റെ ഒരു സൈഡ് എന്തായിരുന്നു? അപ്പൊ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു അഫിലിയേഷൻ ഇല്ല. neither will I ever support a party for being a party. അല്ലെങ്കിൽ എനിക്കൊരു എൻ്റെ ഇന്ന ആള് പാർട്ടിയിലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ പാർട്ടിയായിട്ട് ഇന്നൊരു പരിചയമുണ്ട്. I will never support a political party. I will support the people. I will support good governance, good ministers who come in and change my state or my country for good. ഇപ്പോൾ എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോയിൽ എനിക്ക് ഇഷ്ടമുള്ള 2 ആൾക്കാരുണ്ട്. എൻ്റെ അച്ഛനും നരേന്ദ്രമോദിയും. എൻ്റെ അച്ഛനെ എനിക്ക് എൻ്റെ അച്ഛനായോണ്ടല്ല ഇഷ്ടം, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ് ഞാൻ ജനിക്കുന്നതിന് മുന്നേയും ജനിച്ചു കഴിഞ്ഞും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. സോ ഐ ഡോണ്ട് ഹാവ് ടു ലൈക്ക് ഫൈൻഡ് റീസൺസ് ടു ലൈക്ക് ഹിം, ഓർ ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ടു ലൈക്ക് ഹിം ജസ്റ്റ് ബിക്കോസ് ഈസ് മൈ ഫാദർ. അദ്ദേഹത്തിന്റെ വർക്ക് കൊണ്ട് മാത്രമാണ്. നരേന്ദ്രമോദി our prime minister because see there's a lot of news coming about BJP this, BJP that, all of that. Okay, ഒരു പുറത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണലി റിസൈഡ് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനോട് പോയി ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കാരിയോട് പോയി ചോദിക്കുക, കുറച്ചൊരു ഏജ് ഒരു 50 ഉള്ളവരോട് പോയി ചോദിക്കണം, 20 years ആയിട്ട് പുറത്തുള്ളവരുടെ അടുത്ത്, ബിഫോർ മോദി ആൻഡ് ആഫ്റ്റർ മോദി ഒരു ഇന്ത്യന് പുറത്ത് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, ഇത്ര അറിഞ്ഞാൽ മതി. ആൻഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇതിന് വരാൻ പോകുന്ന റെസ്പോൺസ് ഇപ്പോഴേ ഞാൻ പറയുക, ഇന്ത്യയുടെ GDP കൊണ്ട് കുളവാക്കി ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ഹൗ GDP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൽ നമ്മുടെ കൺട്രിയുടെ ഓവറോൾ വെൽത്തിൽ എത്ര നമുക്ക് ഡെപ്റ്റ് ഉണ്ട്, ഇതെല്ലാം
ഡു ദ ഹോൾ മാറ്റ് ടുഗദർ. മറ്റേ ഒന്നൊന്നായിട്ട് വെറുതെ ചെയ്ത് വെക്കല്ലേ, എല്ലാം കൂടി ഒന്നിച്ച് കണക്ക് കൂട്ടുക. അതായത് ഇപ്പം നമ്മളൊരു കടം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം കൊടുക്കാനും നമ്മൾ തന്നെ വേണ്ടേ. ഗവൺമെന്റ് മാറുമ്പോഴത്തേക്കും വാങ്ങുന്നത് ഒരു ഗവൺമെന്റ് ആണെങ്കിൽ കൊടുക്കുന്നത് വേറൊരു ഗവൺമെന്റ് ആയിരിക്കുമല്ലേ. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും ആ കാശെടുത്ത് നമുക്ക് വേറെ കാര്യങ്ങളോട് അലക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പറയുന്നത് 1000 രൂപയുടെ 10000 രൂപയുടെ അല്ല, ലാക്സ് ആൻഡ് ക്രോസ്, ലാക്സ് ഓഫ് ക്രോസ്, റൈറ്റ്? അങ്ങനത്തെ ഡെപ്സ് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സിനെ എഫക്ട് ചെയ്യും. അത് കാരണം ചേഞ്ചസ് വരുമ്പോൾ ഒരു കൺട്രി ആയിട്ട് ടുഗദറായി നിൽക്കാതെ ആളെ വലിച്ച് താഴെ ഇടാനാണ് കുറെ ആൾക്കാർ അതിന് നോക്കുന്നത്. ഐ ഫീൽ ലൈക്ക് വി ലാക്ക് ടുഗദർനെസ്. ആ ടുഗദർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കും 1857 അല്ലേ 1857 അവർ ഇൻവേഡ് ചെയ്യുന്നു. 1857 ആ ടുഗദർനെസ് അന്നും നമ്മൾ കാണിച്ചിട്ടില്ല, ഇന്നെങ്കിലും കാണിക്കുക. കളക്ട് ചെയ്യാം. എല്ലായിടത്തും പറയാം, സിനിമ ഇൻഡസ്ട്രി എടുത്ത് പറയാം, കോൺസെപ്റ്റ് ഓഫ് ടുഗദർനെസ്. ജസ്റ്റ് ഹാവ് ദാറ്റ്. അപ്പോൾ ഇനി എന്താ അടുത്ത സിനിമ എന്നുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു, അംഗമട്ടഹാസം ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ മീഡിയ അപ്പിയറൻസിൽ ഞാൻ തീർച്ചയായിട്ടും അത് പറയുന്നതായിരിക്കും. എനിക്ക് അതുവരെ പറയാനുള്ള റൈറ്റ് ഇല്ല. ബിഗ് ഫിലിം. I hope so. We're trying to make it as big as we can. We're trying to get it to as many people as we can. പക്ഷേ I cannot say even a small detail more than what I've said right now, because you will understand why in a day or two. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ we'll have a personal interaction. So this is more of me telling you more than the listener or your crowd over here. നമ്മൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ഐ കുഡന്റ് സേ ഇറ്റ് ടുഡേ. ആൻഡ് പ്രേക്ഷകൻ ബാക്കി അതനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കപ്പെടാൻ തോന്നുന്ന ഒരു വാർത്തയാണെങ്കിൽ അന്ന് ഇതിലോട്ട് റീട്രേസ് ചെയ്താൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ ഭാരിച്ച വലിയ കാര്യമൊന്നുമല്ല, എൻ്റെ ലൈഫിലൊരു വലിയ കാര്യമാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരിക്കട്ടെ. ഇപ്പോൾ സിനിമാ കരിയറിലും തുടർന്ന് വലിയ വിജയങ്ങൾ മാധവന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കാൻ, അല്ലെങ്കിൽ ഇത്രയും ഫ്രാങ്ക്നെസ്സോടുകൂടെ സംസാരിക്കാൻ എല്ലാ കാലത്തും സാധിക്കട്ടെ. നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ വീണ്ടും വീണ്ടും ഇന്റർവ്യൂസിന് ഇരിക്കാനും പറ്റട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്.